ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിപ്പെണ്ണിൻ്റെ 28 വരാൻ പോകുന്നത്. സോ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ എടുക്കുന്നത് ഗോൾഡാണ് കേട്ടോ. അതിനായിട്ട് സെന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മലപ്പുറം റോസ് ലോഞ്ചിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത് ഒരു ഫ്രൈഡേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ജുമയ്ക്കൊക്കെ പോകാനുണ്ടാവുമല്ലോ. സോ നമ്മൾ ഒരു 10 മണി 11 മണിയൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്ന ബ്രേസ്ലെറ്റുകൾ, ആംഗ്ലെറ്റുകൾ, അതൊക്കെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് നോക്കിയത് പാദസരമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മളൊരു കടയിൽ പോകുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ നല്ല വെറൈറ്റി ആയിരുന്നു. അപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കിട്ടുമല്ലോ. നമ്മൾ ഇതുവരെ ആൺകുട്ടികൾക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അധികം സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ പാദസരത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്ന കുറച്ചെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫൈനൽ ഒരു ഡിസ്കഷന് വേണ്ടി ഇങ്ങനെ വെച്ചു കേട്ടോ. വലിയ ഷോപ്പുകളിൽ കിട്ടുന്നതിലും കൂടുതൽ സെലക്ഷൻസ് ആംഗ്ലെറ്റ്, അതുപോലെ തന്നെ റിങ്സ്, ബ്രേസ്ലെറ്റിനൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ഷോപ്പിലാണ് കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവുക, അതും ലൈറ്റ് വെയ്റ്റിലൊക്കെ. ഇപ്പോൾ ഒട്ടുമിക്ക ജ്വല്ലറീസിലെല്ലാം ലൈറ്റ് വെയ്റ്റുകളാണ്. പക്ഷേ എന്നാൽ പോലും ഇതുപോലത്തെ കുഞ്ഞ് ഷോപ്പുകളിൽ ഒന്നും കൂടെ നല്ല കളക്ഷൻസ് ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ പോലും നമുക്കൊരു സ്വഭാവം ഉള്ളത് വെച്ചാൽ റിങ്സുകൾ നോക്കുക, ആംഗ്ലെറ്റുകൾ കളക്ഷൻസ് നോക്കുക, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴും അത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ. ഞാനും കുറേ കളക്ഷൻസൊക്കെ നോക്കി, റിങ്സൊക്കെ ഇട്ട് നോക്കി, അതുപോലെ തന്നെ ആംഗ്ലെറ്റുകളും ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ തുമ്പിക്ക് അതിങ്ങനെ വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. കുഞ്ഞിക്കാലിൽ എത്രത്തോളം അത് കാണുന്നുണ്ട് എന്നുള്ള. നമ്മൾ വിളിക്കുന്ന പേര് തുമ്പി എന്നാണ് കേട്ടോ. അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. റിയൽ നെയിം ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ പറയാം കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ റിങ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് കേട്ടോ. ഞാൻ കുറച്ചെണ്ണം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇട്ട് നോക്കി. എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വരുന്നത്. 2 ഗ്രാമിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വരുന്നത്. ആൻഡ് അതിൻ്റെ സ്റ്റോൺ ആണെങ്കിലും നോർമൽ സ്റ്റോൺ ആണ് വരുന്നത്. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ ഞാനിങ്ങനെ കയ്യിലിട്ട് നോക്കി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഡിസ്കഷന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെ ഫൈനലാക്കിയിട്ടോ കുറച്ച് എണ്ണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുമ്പി ഒന്ന് എണീറ്റു. പിന്നെ നമ്മൾ അവളെയൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വീണ്ടും നമ്മളിങ്ങനെ വളകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ. ഈ കാണുന്ന വള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ സാധാരണ മുസ്ലിം കുട്ടികളുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൗതുകത്തിനെടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ആംഗ്ലെറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. മുന്നേ ഞാനിവിടെ ഒരു തവണ വന്ന സമയത്ത് ഇതുപോലെ ആംഗ്ലെറ്റും ബ്രേസ്ലെറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കളക്ഷൻസ് ഉണ്ട്. അതിൽ ഗ്രീൻ ആൻഡ് റെഡൊക്കെ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ 1-2 കാലിലൊക്കെ വെച്ച് നോക്കി. പിന്നെ നമുക്ക് കോഫി തന്നു കേട്ടോ. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു കോഫിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ ഒരു കോഫി കിട്ടുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടെ നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ജ്വല്ലറിയൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഒരു 12:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ജുമ ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഫുഡ് കിട്ടിയത്. നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഏകദേശം ഒരു 2 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് വീട്ടിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. സോ കാശിക്ക് ചൂടുവെള്ളം കൊടുത്തു. അവന് ഊതി കുടിക്കുകയാണ് കേട്ടോ. ചൂടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം കിഡോണക്സിലോട്ടാണ് കേട്ടോ. കിഡോണക്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു വലിയൊരു ഷോപ്പാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ടോയ്സ് മുതൽ ഡ്രസ്സസ് ആണെങ്കിലും അവരുടെ ആക്സസറീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ.
ആദ്യം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സസിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ അത് ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. നമ്മൾ കുറേ ഉടുപ്പുകളൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ഉടുപ്പുകളാണ് നമ്മൾ നോക്കുന്നത്. ഒരു 90 അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് കേട്ടോ നോക്കുന്നത്. ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഡ്രസ്സും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടി കുട്ടി വേറെയും ഡ്രസ്സുകളാണ് കേട്ടോ നോക്കുന്നത്. കുഞ്ഞു ഡ്രസ്സുകൾ വേറെ നോക്കുന്നുണ്ടായിരുന്നു. ഇതുപോലത്തെ കുറച്ച് ഒരു 2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഒരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. ഒത്തിരി ഇതുപോലത്തെ നെറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് ഇത്രയും ഒരു ഏജിൽ ഒരു 3 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറിൻ്റെ അടുത്തൊക്കെ വരുന്ന ആ ഒരു പ്രായക്കാർക്ക് പറ്റുന്ന ഒരു ഡ്രസ്സസ്സാണ് കേട്ടോ. പിന്നെ ഇതിലും ചെറുത് നമുക്ക് അവിടെ വേറൊരു സെക്ഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഡ്രസ്സാണ് നമ്മൾ ഫൈനലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നത് അതിലും ക്യൂട്ടായിട്ടുള്ള ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. കുറേ ഹെയർ ബോസും ക്ലിപ്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എടുത്ത ആ 2 ഡ്രസ്സിലേക്കും പറ്റുന്ന ബോസ് നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന ടൈപ്പ് ആ ഒരു ബ്ലൂ കളർ നമ്മൾ ഒരുപാട് നോക്കി. അപ്പോൾ അതിൽ ഏറ്റവും സെലക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരെണ്ണം ഇത് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡ്രസ്സിലേക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതിനും നമുക്ക് സെയിം മാച്ചിങ് ആയിട്ട് ഒരെണ്ണം കിട്ടി. പിന്നെ നോക്കുമ്പോൾ ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസ് കണ്ടു കേട്ടോ. കാശിക്കൊക്കെ പറ്റുന്ന ടൈപ്പ്. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവൻ്റെ ആ ഒരു സൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം മിസ്സിങ് ആയിരുന്നു. സോ ആ ഒരു സൈസ് മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം കളക്ഷൻസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നോക്കി, പക്ഷേ കിട്ടിയില്ല. നമ്മളവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 2 പേരും നല്ല കളിയിലാണ് കേട്ടോ. പക്ഷെ അവരെ നോക്കാൻ വേണ്ടിയിട്ടും സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. ആൻഡ് ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അവിടെ സർവീസിങ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ തന്നെ അവരെല്ലാം ചെയ്ത് തരും കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലെല്ലാം ചെയ്ത് അവിടുന്ന് ഇറങ്ങാൻ നേരത്തെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. കിഡോണക്സിൽ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം എടുക്കാനാണ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എടുത്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്, നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നും. സോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.